അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കൂടുതൽ BJP ശ്രദ്ധ ചെലുത്തുമെന്ന് അറിയുന്നു. പ്രചാരണ പരിപാടികളൊക്കെ അവർ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 7 റാലികളെ അഭിസംബോധന ചെയ്യും എന്നാണ് അറിയുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അപ്പോൾ UP തകൃതിയാകുന്നു. അച്യുതൻ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് അച്യുതൻ, പറയൂ. SK ഇനി അടുത്ത് വരുന്നത് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പാണ്. അത് ഈ മാസം 20-നാണ് ഈ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതാണ്ട് 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ UPയിലെ 14 മണ്ഡലങ്ങളാണ് ആ സമയത്ത് പോളിംഗ് ബൂത്തിലെത്തുന്നത്. അതിൽ സുപ്രധാനമായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അമേഠിയുണ്ട്, റായ്ബറേലിയുണ്ട്, കൈസർഗഞ്ചുണ്ട്, ഗോണ്ടയുണ്ട്. അങ്ങനെ സുപ്രധാനമായിട്ടുള്ള മണ്ഡലങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ശ്രദ്ധ BJP ഇപ്പോൾ UPയിൽ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. കാരണം ഈ അമേഠിയും റായ്ബറേലിയും ആ 2 മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അമേഠിയിൽ ഈ നമ്മുടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും അതുപോലെ തന്നെ KL ശർമ്മയുമാണ് ഏറ്റുമുട്ടുന്നത്. റായ്ബറേലിയിലേക്ക് വരുമ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയാണ് മത്സരരംഗത്തുള്ളത്. മറ്റൊന്ന് കൈസർഗഞ്ചാണ്. അവിടെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ മകനാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മണ്ഡലങ്ങളിൽ വിജയം നേടുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് കൂടി BJP ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന 2 ദിവസത്തിനുള്ളിൽ 7 റാലികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രം നടത്തുന്നത്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ക്യാമ്പ് ചെയ്തുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് സംസ്ഥാനത്ത് ഉടനീളം കാഴ്ചവെക്കുന്നത്. അങ്ങനെ UPയിൽ കാരണം 62 സീറ്റുകളാണ് BJPക്ക് ഈ കഴിഞ്ഞ ഇത്തവണ അതിന് മുകളിലേക്ക് സീറ്റുകൾ നേടുക എന്നൊരു ലക്ഷ്യമുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ പോലൊരു സാഹചര്യമല്ല ഉള്ളത്. കാരണം ഇത്തവണ അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം കൂടി പരിശോധിച്ചുകൊണ്ട് ആ പല മേഖലകളിലെ യാദവ വോട്ടുകൾ ഇതെല്ലാം കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ പദ്ധതികളാണ് BJPയുടെ ഭാഗത്തുണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇന്നലെയാണ് കേജ്രിവാളും അഖിലേഷ് യാദവുമായി ഓക്കെ, താങ്ക് യു. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. എന്തായാലും BJP UPയിൽ കുറച്ചുകൂടി പ്രചാരണ പരിപാടികൾ സജീവമാക്കുമെന്നാണ് അറിയുന്നത്. ഈ ആദ്യഘട്ടങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് രീതികളല്ല പല പ്രസ്ഥാനങ്ങളും അവലംബിക്കുന്നത്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ജയിലിന് പുറത്തേക്ക് വന്നതിന് ശേഷം കുറച്ചുകൂടി പ്രചാരണ പരിപാടികൾ BJPയും NDA മുന്നണിയും സജീവമാക്കിയിട്ടുണ്ട്. അകത്തേക്ക് കയറിയ കെജ്രിവാൾ അല്ല പുറത്തേക്ക് ഇറങ്ങി വന്നത് എന്ന് അവർക്കും ബോധ്യപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ കേഷ്യ AC ഒരു യൂട്യൂബിൽ നിന്ന് സന്ദേശം അയച്ചിരിക്കുന്നു. SKN അമീബിയ ഈസ് നോട്ട് എ ബാക്ടീരിയ എന്ന് നമ്മൾ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അമീബിയ ബാക്ടീരിയ അല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് വളരെ പ്രത്യേകിച്ച് നമ്മൾ ഈ അമീബിക് എൻസെഫാലിറ്റീസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ആ റെയർ അസുഖത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ പ്രേക്ഷകരുമായിട്ട് അവരെ അറിയിക്കാം, ബോധവൽക്കരിക്കാം, അതൊക്കെ ചെയ്യാം. കാരണം ഇത് ഒരു ലേശം അപകടം പിടിച്ച ഒരു രോഗമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും രോഗനിർണയം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു എക്സ്പ്ലെയിനർ പ്രേക്ഷകർക്കായിട്ട് ഒരുക്കാം.